ഓ മൈ ഗോഡ്, എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. ഹലോ, നമസ്കാരമുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡിൽ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ ബീച്ച് കാണാനാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല വ്യൂസ് ഉണ്ട്, അത്യാവശ്യം 300 വ്യൂസിൻ്റെ അടുത്തായി കഴിഞ്ഞ എപ്പിസോഡിൻ്റെ. അപ്പോൾ ആ സപ്പോർട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം, അത് കൂടുതൽ തന്നെ സപ്പോർട്ട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്കിനി നമ്മുടെ ഹാർബർ ബേയിലെ ബീച്ചിലേക്ക് നമുക്കിനി പോവാം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടില്ലാത്തവർ ഞാനിതിൻ്റെ ലിങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. നിങ്ങളത് ഒറ്റപ്പിടിച്ച് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് കാണാം. ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടാലും മതി. ഇന്ന് എന്നാന്ന് പറയുന്നത്, നമ്മുടെ ഇന്നൊരു തണുത്ത ഒരു ദിവസമാണ്. അതായത് രാവിലെ തൊട്ട് നല്ല തണുപ്പാണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഈ ചൂട് വെച്ച് നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തണുപ്പ് വരുമ്പോഴത്തേനും ഭയങ്കര ഒരു മടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വരും. അപ്പം നമുക്ക് പോയാലോ, നമുക്ക് ഹാർബർ ബേയിലേക്ക് പോകാം. ഹാർബർ ബേയിലെ ബീച്ചിലേക്ക് നമുക്കിന്ന് പോകാം. ഓക്കെ, എല്ലാവർക്കും കാണും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരാള്. ഇപ്പം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ട് തോന്നിയത് സുജിത് പത്തനെയാണ്. പുള്ളിക്കാരൻ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുന്നത് തന്നെ പുള്ളിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ ഒരു എപ്പിസോഡ് കാണുക, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത് ശരിക്കും. കാരണം ഒരു കുഴപ്പമില്ലാതെ നമ്മൾ സൊസൈറ്റിയോ ഒന്നും നമ്മളാണോ അങ്ങനെ ഒന്നും നമ്മൾ ഷൈ അല്ലാത്ത ഒരു രീതിയിലായിരിക്കണം ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യേണ്ടത്. അല്ല, ഷൈ ഒക്കെ പിടിച്ചു നിന്നാൽ ഒരു രക്ഷയില്ല. നമുക്കൊരു വീഡിയോ പോലും നേരെ ചൊവ്വേ കണ്ടന്റോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ എവിടെയൊക്കെ പോയി, ഇപ്പം ഞാൻ അദ്ദേഹത്തിന്റെ കേരളത്തിൽ നിന്ന് ലണ്ടനിലോട്ടുള്ള യാത്രയെക്കുറിച്ചാണ്, അതായത് റോഡ് ട്രിപ്പ്, അതായത് വാഹനം ഡ്രൈവ് ചെയ്യാതെ കേരളത്തിൽ നിന്ന് പല രാജ്യങ്ങൾ, ഏകദേശം 50ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാനിപ്പം കാണാൻ പോകുന്നത്. അത് ഏകദേശം അദ്ദേഹം പറഞ്ഞത് 5-6 മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് കംപ്ലീറ്റ് ആകാൻ. ഞാനതൊക്കെ അതങ്ങ് ഇൻസ്പയർ ആവുകയാണ് ശരിക്കും. അങ്ങനെയൊക്കെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മളിങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ നാട്ടുകാരെന്നെ വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മുടെ കാര്യങ്ങളും എല്ലാം നടക്കുമോ? നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. എനിക്കിത് ഇഷ്ടമാണ്, എനിക്കിത് വീഡിയോ എടുക്കുക, എനിക്കിത് വീഡിയോ എടുത്ത് എല്ലാവരെയും ഇങ്ങനെ കാണിക്കുക. അതൊരു 10 പേര് കണ്ടാൽ തന്നെ അത് മതി ശരിക്കും. 10 പേര് കണ്ടാൽ മതി. 10 പേര് കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷവും അതൊരു വേറൊരു ഹാപ്പിനെസ് ആണ് ശരിക്കും. ഇപ്പം ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടാണെങ്കിലും ആദ്യമേ നോക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മളൊരു 10 പേര് കണ്ടെന്ന് പറഞ്ഞാൽ ആ ദിവസം ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും പറയും യൂട്യൂബ് അല്ല നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ഫോൺ നോക്കില്ലെന്ന്, പക്ഷെ ഞാൻ നോക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണ് നോക്കുന്നത്. അത് ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാനിപ്പം എനിക്ക് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എൻ്റെ വൈഫ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ശരിക്കും. ഞാനിടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പുതിയ പ്രേക്ഷകരെ കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ വീഡിയോസ് കുഴപ്പമില്ല എന്നാണെന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കതല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ അദ്ദേഹം എത്ര വർഷങ്ങളായി എനിക്കറിയത്തില്ല, 10 വർഷത്തിന് മണ്ടയിലായെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വീഡിയോസ് ഇടാൻ തുടങ്ങി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ഒരു മനുഷ്യനാണ് പുള്ളി. ഇപ്പം ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിബേറ്റുകൾ നടക്കുന്നു. ടെക് ട്രാവലീറ്റ് മാത്രമല്ല, സുജിത് ഭത്തൻ്റെ തന്നെതായ ഒരു ചാനലും കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിന്റെ ഫാമിലി, കൊച്ച് ചെറുതായപ്പോൾ തൊട്ടേ ഞാൻ കണ്ടു തുടങ്ങിയ എപ്പിസോഡുകളാണ്. ഇപ്പൊ കുഞ്ഞ് വളർന്നു. പിന്നെ ഇപ്പൊ അബിയെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അബിയെ ഒത്തിരി നാളായി കണ്ടിട്ട്. എനിക്കറിയത്തില്ല ഇനി ഞാൻ ഇടയ്ക്ക് വല്ലതും മിസ് ചെയ്തോന്ന്, ഏതെങ്കിലും വീഡിയോയിൽ അതേ എവിടെയെങ്കിലും പോയേക്കുവാണോന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഇൻസ്പയർ ആകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെയാണ് ശരിക്കും. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ്, സുജിത് ഭത്തൻ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും സന്തോഷ് കുളങ്ങര സാർ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമാണ് ശരിക്കും. അദ്ദേഹമൊക്കെ ട്രാവൽ ചെയ്തതും, ഇനി അടുത്ത ആളാണ് സുജിത് ഭത്തൻ. അദ്ദേഹം ട്രാവൽ ചെയ്യാൻ പോകുന്നു. ഇനിയും പല രാജ്യങ്ങൾ അദ്ദേഹം ട്രാവൽ ചെയ്യാൻ കിടപ്പുണ്ട്. എന്നാലും എന്നാ ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു മനുഷ്യൻ. അതൊക്കെയാണ് ഇൻസ്പിറേഷൻ ശരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലേ. ഇപ്പം ഞാനിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ആകെ 15-10 മിനിറ്റ് താഴെ ഉള്ളൂ ബീച്ചിലേക്ക്. പക്ഷേ എനിക്ക് ആ ബീച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം നമ്മൾ മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മളെല്ലാവരും കാണിക്കണ്ടേ. നമ്മളെവിടെയാണ് താമസിക്കുന്നത്, നമ്മുടെ സ്ഥലങ്ങൾ, നമുക്ക് പുതിയ കാര്യങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല നോളജ് കൊടുക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ല കാര്യം.
ഇത് കണ്ടോ, ഇതിവിടെ ഒക്കെ എന്ത് മനോഹരമായിട്ടാണ്. വഴി സൈഡാണ്, റോഡ് സൈഡാണ്, അതായത് വോക്ക് വേ ആണ് പെഡസ്ട്രിയൻസിനുള്ള. പക്ഷെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി. നല്ല സണ്ണി ഡേ ആണ്, പക്ഷെ അതുപോലെ തന്നെ തണുപ്പുള്ളൊരു ദിവസം കൂടെയാണ്. എന്നോട് ഒരു വീഡിയോയിൽ ചോദിച്ചായിരുന്നു ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ചൊക്കെ. ഇതൊരു മെയിൻ സ്കൂളാണ്, ഹർവേ ബേ സ്റ്റേറ്റ് ഹൈസ്കൂൾ എന്നാണ് ഈ സ്കൂള്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതിൻ്റെ ജൂനിയർ സ്കൂളും ഉണ്ട്, അതായത് പിള്ളേർക്കുള്ളത്. മറ്റേ ഹൈസ്കൂളും ഇത് ജൂനിയർ സ്കൂളുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഒരു 13-14 സ്കൂളുകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പല സ്ഥലങ്ങളിലായിട്ട്. വലിയ സ്ഥലമാണിത്. ഞാനിവിടെ വണ്ടി കൊണ്ടിട്ടു. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രെയിൽ കാണുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങിയാൽ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല, കടലിലേക്ക്. നോക്കാം. അവിടെ ഒരു പാർക്ക് പോലെയാണെന്ന് തോന്നുന്നു, ചെറിയൊരു പാർക്കുണ്ട്. പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരു ഊഞ്ഞാലും 2 ഊഞ്ഞാലുണ്ട്. ഓ മൈ ഗോഡ്, ഇത് കണ്ടോ ഗൈസ്? നല്ല ബ്ലൂ സീ എന്നൊക്കെ പറയുന്ന പോലെ നല്ല നീലക്കടൽ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലോ ടൈഡാണെന്ന് തോന്നുന്നു. കടൽ വലിഞ്ഞേക്കുവാണ് ഉള്ളിലേക്ക്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വെള്ളം വരേണ്ട ഇതാണ് ശരിക്കും. എനിക്ക് തോന്നുന്ന കടൽ വലിഞ്ഞുകൊണ്ടാണ് കാണത്തില്ലാത്തത്. അങ്ങോട്ട് ഇറങ്ങിപ്പോകണം, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 100 മീറ്റർ നടന്നു. അവിടുന്ന് അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടന്നാണ് വേണ്ട നല്ല സീ, അതായത് കടലിലേക്ക് എത്തിയേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ. നമ്മൾ പക്ഷേ ആ ഭാഗത്തായിരുന്നു, അവിടെയായിരുന്നു നമ്മൾ അന്ന് പോയി എടുത്തത്. അത് ശരിക്കും ഒരു ബീച്ചാണ്, ഇതും ബീച്ചാണ്. പക്ഷേ ഇതെന്നാന്ന് വെച്ചാൽ ഇത് കടൽ വലിഞ്ഞുകൊണ്ടാണ്, ഉള്ളിലേക്ക് അകത്തോട്ട് വലിഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഇത് നേരത്തെ ശരിക്കും വെള്ളം കയറി കിടന്നതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് എന്നെ രസമാണ് നോക്കി കാണാൻ. എനിക്ക് എൻ്റെ ഡ്രോണൊന്നും ഇല്ലാതെ പോയി, എന്നാ ചെയ്യാനാണ്? ഡ്രോണൊക്കെ വേണം. ഡ്രോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം പഠിക്കണം, അതാണ് വേറെ രസം. അതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡ്രോൺ മേടിച്ച് അത് പഠിച്ച് നശിപ്പിച്ചിട്ട് വേണം അല്ലാത്തത് മേടിക്കാൻ. കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇതുണ്ടോ, അപ്പോൾ ഇനി പരാതിയില്ലല്ലോ. മാർത്ത കടൽ കണ്ടില്ല, കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാർത്ത കടൽ കണ്ടിട്ടുണ്ടെന്ന് പറയാം. അതും ഹാർബേ ബേയിലെ, ഓസ്ട്രേലിയയിലെ ഒരു ബീച്ച് കണ്ടില്ല നമ്മളിപ്പം. അതിങ്ങനെ കിടക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുണ്ടോ ആ ഭാഗത്തോട്ടല്ല, അതെല്ലാം ലാൻഡാണ്. ആ ഭാഗത്ത് ഇതിങ്ങനെ ഇതിൻ്റെ അപ്പുറത്തോട്ടില്ല ഓസ്ട്രേലിയ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കടലാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാലും എനിക്കറിയത്തില്ല കേട്ടോ ശരിക്കും. ന്യൂസിലാൻഡ് വല്ലതും ആയിരിക്കും. ന്യൂസിലാൻഡ് അങ്ങ് പുറകോട്ടാണ് കിടക്കുന്നത്, താഴോട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് ഈ കടൽ വലിഞ്ഞ് കിടക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നല്ല രസമായിരുന്നു കാണാൻ. നമ്മളത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇതൊക്കെ ഇട്ടാൽ ഒരു സന്തോഷം. അതാണ് എൻ്റെ സന്തോഷം മെയിനായിട്ട്. അത് സുജിപത്തന് പുള്ളിയുടെ സന്തോഷമൊക്കെ ഭയങ്കരമാണ്. അത് ഒരു രക്ഷയില്ലാത്തതാണ്. മീൻസ് പുള്ളി എന്തോരം കഷ്ടപ്പെട്ടാണ് ഇത്രയൊക്കെ എത്തിയത്. അപ്പോൾ ഞാനാണ് ഇവിടെ അടുത്തുള്ള ഒരു 15 കിലോമീറ്റർ അല്ല 10 കിലോമീറ്റർ താഴെയുള്ള കാര്യങ്ങളല്ല ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. ഗ്രാമം എന്ന് വെച്ചാൽ പണ്ട് ഗ്രാമമായിരുന്നു, ഇപ്പം ഏകദേശം നല്ല പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഇത്. പല ഹാർബേ ബേ ആണെങ്കിലും പല സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫയാൽബ, റാങ്ങൻ, ഉറാവീൻ, പിന്നെന്താ അപ്പുറത്തെ എല്ലോട്ട് എന്തോ ഒത്തിരി കാര്യമുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. പക്ഷേ മൊത്തത്തിൽ പറയുമ്പോൾ ഹാർബേ ബേ എന്നാണ് പറയാം. ബാക്കിയെല്ലാം സെയിമാണ്. പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്ന പല രീതിയിലാണ് ഇത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിയല്ല ശരിക്കും, ഇതൊരു പാഷനാണ്. ആ പാഷൻ ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു മടുപ്പില്ലായിരിക്കും. ഇപ്പോൾ നമ്മളൊക്കെ ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ അത് നമ്മൾ മടുക്കും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ മടുത്ത്, ഞാൻ ഒത്തിരി കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പാഷനാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇത് തീരെയല്ല, ഇതിൻ്റെ ഇഷ്ടം തീരെയല്ല, ഒരിക്കലും കുറയേയില്ല. അതാണ് ഇതിൻ്റെ കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ്
അതിൻ്റെ അത് റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ വരുന്നത് ശരിക്കും നാട്ടിൽ വന്ന ഒരു ഫീലാണ്. നല്ല വൃത്തിയാണ്, ഡെവലപ്ഡാണ്, ഹൈലി ഡെവലപ്ഡാണ് രാജ്യം. പക്ഷേ ബാക്കി ചൂട്, അന്തരീക്ഷം, അതായത് നമ്മുടെ ഈ വൈൽഡ് ലൈഫ് ഫുള്ള് കാടാണ്. നമ്മുടെ നാട് പോലെ തന്നെ മരങ്ങളും ചെടികളും പലതരത്തിലുള്ള പക്ഷികളും പലതരത്തിലുള്ള മൃഗങ്ങളും എല്ലാം ഉണ്ട്. അതാണ് വേറെ രസം. നമ്മളതുകൊണ്ട് നാടിനെ വലുതായിട്ട് മിസ് ചെയ്യല. ഇപ്പോൾ ഇതേണ്ട നല്ല ചൂടുണ്ട്, നല്ലപോലെ ചൂടടിക്കുന്നുണ്ട്, പക്ഷേ നല്ലൊരു തണുത്ത കാറ്റുമുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ആലപ്പുഴയിലൊക്കെ വൈകുന്നേരം വന്ന് ഇന്നൊരു കാറ്റൊക്കെ കിട്ടില്ല, തണുത്തൊരു കാറ്റ്, അങ്ങനത്തെ ഒരു കാറ്റാണ്. പക്ഷേ ഇന്നിച്ചിരി തണുപ്പ് കൂടുതലാണ്, അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. ഇതുകൊണ്ട് ഇവിടുത്തെ പക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഷോർ ബേർഡ്സ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് ദ സീ, ദ ഗ്രേറ്റ് സാൻഡി മറൈൻ പാർക്ക് പ്രൊട്ടക്ട്സ് ടൈഡൽ വെസ്റ്റ് ലാൻഡ്സ് ആൻഡ് അത് ഒത്തിരി ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഇതുണ്ട് ഇത് ഈ മോസ്റ്റ് migratory shorebirds visiting Great Sandy Marine Park fly along the East Asian Australasian flyway twice a year. അതായത് ഇതുണ്ടോ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇത് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ഓസ്ട്രേലിയയിൽ നിന്ന് മംഗോളിയ, ചൈന, അതായത് നമ്മുടെ ഈ ഏഷ്യൻ കോണ്ടിനെൻറ്റ്, യൂറോപ്യൻ കോണ്ടിനെൻറ്റ് കാണിക്കുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഏഷ്യൻ കോണ്ടിനെൻറ്റാണ് കൂടുതലും വരുന്നത്. ആ കോണ്ടിനെൻറ്റിൽ നിന്ന് ഓസ്ട്രേലിയൻ ഈ കോണ്ടിനെൻറ്റിലേക്ക് വരുന്ന പക്ഷികളാണ്, മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് ഇത് ശരിക്കും. ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിലും ഇൻഫർമേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, പല സ്ഥലങ്ങളിലും. എന്നാലും എത്ര വൃത്തിയൊക്കെ ആയിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും അല്ലേ. ഇപ്പം ഇതന്നെ ഞാൻ തിരിച്ചു പോവാണ്. നമ്മുടെ ബീച്ചിലെ വിസിറ്റ് കഴിഞ്ഞു. ശരിക്കും ഞാൻ ആദ്യമേ ഇവിടെ വന്ന സമയത്തുള്ളൊരു വീഡിയോ ഉണ്ട്. ഞാൻ ശരിക്കും അന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പം വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ നടന്നാണ് പോയത്. അത് അത്യാവശ്യം ഹാർബർ ബേ കവർ ചെയ്യുന്നുണ്ട്. അതായത് ബീച്ചിലേക്കുള്ള വഴി, ബീച്ച്, എസ്പ്ലനേഡ്, അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം നല്ലപോലെ കാണിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഞാനിപ്പം ഇത് താഴെ ഐക്കണായിട്ടിടാം, അവിടുത്തെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അവിടെ ഒരു ഇതുണ്ട്, 2 പോലീസ് ഓഫീസേഴ്സാണ്. ഇവിടെ മൊത്തം ഈ പ്രദേശം ഫുള്ള് പോലീസാണ്. ഇപ്പം അവർ വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാര്യം, അപ്പം ഈ മറൈൻ സൈഡിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇവിടെ ഇത് വന്നതാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ചാൽ എന്തോ ക്രൈം സീനാണ് അവിടെ നടന്നത്. അവിടെ ഫുള്ള് പോലീസാണ് ആ ഭാഗത്തേക്ക്, അപ്പുറത്തെ ഭാഗത്തേക്ക്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇങ്ങോട്ട് എന്നാത്തിനാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നൈസാണ് എല്ലാവരും. അവർ ചോദിക്കുക, അവർ പോവുക, അത്രേ ഉള്ളൂ. നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. അപ്പം മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ല് ബട്ടൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്യുക കേട്ടോ. ഇനി ഞാൻ ചെയ്തില്ലെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒക്കെ ഒന്ന് കാണുക, അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ ഇൻസ്പിറേഷൻ സുജിപ്പത്തനാണ്, അദ്ദേഹത്തെ ഒത്തിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും എൻ്റെ ഒരു സന്തോഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുക എന്നുള്ളത്. അപ്പം അത് സപ്പോർട്ട് ചെയ്യുക. 10 പേര് കണ്ടാൽ 10 പേര് കണ്ടാൽ മതി, പക്ഷേ എനിക്ക് സപ്പോർട്ട് ഉണ്ടായാൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം, നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.